കോവള MLA, INTUC-യുടെ KSRTC INTUC-യുടെ പ്രസിഡന്റ് നേതാവ് അദ്ദേഹം ഒരു പൈസ കമ്പ്യൂട്ടർ വാങ്ങാൻ എല്ലാ ഭരണപ്രതിപക്ഷ വഞ്ചിലുള്ള എല്ലാ MLA-മാരും പണം നൽകി. ഞാൻ വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ നന്നാക്കിയത് അവിടെയുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് ലജ്ജിക്കണം അദ്ദേഹം. കാരണം ഞാൻ നേരിട്ട് KSRTC CMD-യെ വിട്ട് അവരോട് പറഞ്ഞ് അവരാണ് അത് വൃത്തിയാക്കി തന്നത്. ഈ ബാലഗോപാൽ പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബസ് സ്റ്റേഷനുകളിൽ വിഴിഞ്ഞം ബസ് സ്റ്റേഷന് പണം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ബസ് സ്റ്റേഷൻ തുടങ്ങണമെന്നോ ആ ബസ് സ്റ്റേഷൻ ഒന്ന് ആരംഭിക്കണമെന്നോ പറയാൻ MLA എൻ്റെ അടുത്ത് വരണ്ട, ഞാനൊരു മന്ത്രിയായിട്ട് വരണ്ട, രാഷ്ട്രീയം കാണും. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ പോലും സമീപിച്ചിട്ടില്ല എന്ന ലജ്ജാകരമായ കാര്യം പറയണം. ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ബഹളത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം യാതൊരു താല്പര്യവും KSRTC-യോടും ഇല്ല, തൻ്റെ മണ്ഡലത്തിലെ KSRTC ഡിപ്പോഴും ഇല്ല. എന്നിട്ട് അദ്ദേഹം നേതാവാണെന്നാണ് പറയുന്നത് INTUC-യുടെ. ഇതൊക്കെ ലജ്ജ ഉണ്ടാക്കും സാർ. പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അല്ലാതെ ആ അന്വേഷണത്തിന് മേലിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല, ക്യാബിനറ്റിന് അധികാരമില്ല. എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാം. ഇതൊരു സ്നേഹത്തോടെ കേൾക്കണം. ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം. ഈ സഭയുടെ നടപടിക്രമം അനുസരിച്ച് ചെയറിനെ നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ ഈ ബാനർ ഇങ്ങനെ പിടിക്കുന്നത് തെറ്റാണ്. അങ്ങ് അത് മാറ്റാനായി നിർദ്ദേശം നൽകണം. കാരണം ഉത്തരം റെഡിയാണ്. പക്ഷേ എല്ലാ അംഗങ്ങളുടെയും ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയല്ല ഉത്തരം പറയേണ്ടത്. ബഹുമാനപ്പെട്ട സ്പീക്കറെ മുഖത്ത് നോക്കിയാണ്, ചെയറിലേക്ക് നോക്കിയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ബാനർ മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. ഈ ചോദ്യം വളരെ ദീർഘമായ ഉത്തരമാണ്. ഇത് ടേബിൾ ചെയ്യാൻ അങ്ങ് അനുവദിക്കണം. ബാക്കി ഉപചോദ്യങ്ങൾ മറുപടി പറയാം. ശ്രീ DK മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M. രാജഗോപാലൻ. അസുര ജന്മമാണ് സർ. ഈ സഭാവേളയിൽ എല്ലാം മുടക്കുക എന്നുള്ള തമ്മാടിത്തരമാണ് ഇവിടെ കൂടി കാഴ്ചവെക്കുന്നത്. സാർ, ഞങ്ങൾക്കൊന്നും ചേർന്ന് പോകാൻ കാണുന്നില്ല. സാർ, കേരളത്തിലെ ഏറ്റവും ഗതാഗത മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തി കേരളീയ സമൂഹത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിസ്മയകരമായ നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അസഹിഷ്ണുത പൂണ്ട, അസൂയ പൂണ്ട കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു വാക്കുകളില്ല, പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ നാണക്കേട് മാത്രം കൈമുതലായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ തമ്മാടിക്കൂട്ടങ്ങളുടെ സാർ, മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ KSRTC-യുടെ ടിക്കറ്റ് വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? അതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു വരുന്നതെന്ന് വിശദമാക്കാമോ? KSRTC-യുടെ വരുമാനം അനുദിനം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 26 കോടി രൂപയോളം KSRTC-യുടെ വരുമാനത്തിൽ വർധനവുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിലധികം വർധനവുണ്ട്. ഓരോ മാസവും KSRTC-യുടെ വരുമാനം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTC-യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. 10 കോടി 19 ലക്ഷം രൂപ. രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 9 കോടി 41 ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു. KSRTC നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ബസ്സുകൾ വാങ്ങി, പിന്നെ ഡെഡ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു. നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ 6 കോടി 36 ലക്ഷം രൂപയിൽ നിന്ന് 685 കോടിയിലേക്ക് വരികയും പ്രതിമാസം 15 കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 15 കോടി 22 ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു. പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു. അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിങ്സ് പെർ യാത്രക്കാരുടെ എണ്ണം 19 ലക്ഷത്തിൽ നിന്ന് 19,44,000 നിന്ന് 20,29,000 ഉണർന്നു. ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത്. ഏണിങ്സ് പെർ കിലോമീറ്റർ 45.79 നിന്നും 49.81 ഓരോ കിലോമീറ്ററിനെയും വരുമാനം വർദ്ധിച്ചു. ഓരോ ബസ്സിൻ്റെയും വരുമാനം 15,600 നിന്നും 16,768 രൂപയായി. ഒരു ബസ്സിൻ്റെ പുറത്ത് 1,168 രൂപ വെച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള, യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി. പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ KSRTC കഴിയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, കാലോചിതമായ പരിഷ്കാരങ്ങളാണ് ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സർ, യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ നൽകുന്നതിനും കൂടുതൽ ആകർഷകമാക്കുന്നതിനും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? യാത്രക്കാർക്ക് വേണ്ടി ബസ് സ്റ്റേഷനുകളുടെ നവീകരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പഞ്ചായത്ത് LSTD വകുപ്പുമായി ചേർന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ്
സമ്പൂർണ്ണ ശുചിത്വ കേരളം, മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയിൽ KSRTC പങ്കാളിയാകുകയും KSRTCയുടെ 84 ഡിപ്പോകളിൽ 83 ഡിപ്പോകൾക്കും ശുചീകരണത്തിനുള്ള അവാർഡ് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 650 ടൺ മാലിന്യങ്ങളാണ് KSRTCയുടെ ബസ് സ്റ്റേഷനുകളിൽ നിന്ന് മാറ്റം ചെയ്ത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം KSRTC ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും മാലിന്യം പ്ലാസ്റ്റിക് കുപ്പികളടക്കം നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും മാലിന്യം അനുവദിക്കുന്ന പ്രശ്നമില്ല. മാലിന്യമുക്തമായ ബസ് സ്റ്റേഷനുകൾ, വനിതകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ ചെയ്ത കുടുംബസമേതം ഇരിക്കാൻ കഴിയുന്ന എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് റൂമുകൾ, അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതത്വം, എല്ലാ ബസ്സിലും ക്യാമറകൾ, ബസ് സ്റ്റേഷനുകളിലും ഇനി ക്യാമറ വയ്ക്കുകയാണ്. എല്ലാ ബസ് സ്റ്റേഷനിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നടപടികൾ, കുടുംബസമേതം യാത്ര ചെയ്യാൻ എല്ലാ ബസ്സുകളും ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ മാത്രമേ നിർത്താറുള്ളൂ. ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ KSRTC അക്രഡിറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തും. 2 ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് 2 ടോയ്ലറ്റും നല്ല കിച്ചൺ സൗകര്യങ്ങളും ഹൈജീനിക് ആയിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഹോട്ടലുകളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഐഡൻറ്റിഫൈ ചെയ്ത ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. അതുകൊണ്ട് യാത്രയിൽ ആളുകൾ KSRTC ഇഷ്ടപ്പെടുന്നു. അതുപോലെ ടോയ്ലറ്റ് സൗകര്യമില്ലായ്മ KSRTC ഒരു വലിയ ശാപമായിരുന്നു. KSRTCയുടെ പ്രധാന ബസ് സ്റ്റേഷനുകൾ കോട്ടയം, കൊട്ടാരക്കര, എറണാകുളം, ആലുവ, ഈ കരുനാഗപ്പള്ളി എല്ലാ ബസ് സ്റ്റേഷനുകളിലെയും ടോയ്ലറ്റുകൾ സുലഭ എന്ന് പറയുന്ന സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ വൃത്തിയായ അന്തരീക്ഷം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉപകാരപ്രദമാണ്. യാത്രക്കാർക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ശ്രീ പി നന്ദകുമാർ. പാലപ്പഴക്കം ചെന്ന KSRTCയുടെ ബസ് സ്റ്റേഷനുകൾ നവീകരിക്കാനും ദീർഘദൂര സർവീസ് വന്നു പോകുന്ന പ്രധാന ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദീർഘദൂര യാത്രക്കാർ കാത്തിരിക്കാനായി ഞാൻ പറഞ്ഞു, ഈ എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ബസ് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബസ് സ്റ്റേഷനുകൾ ഒരുമിച്ച് നവീകരിക്കുന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ. നമ്മുടെ സർക്കാർ ഈ ഒരു വർഷത്തിനിടയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ അവതരിച്ച പദ്ധതികളിൽ ഏതാണ്ട് എല്ലാ വർക്കുകൾക്കും TS അല്ലെങ്കിൽ ടെൻഡർ ലെവലിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാന സ്റ്റേഷനുകൾ കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, മലപ്പുറം. അതുപോലെ മലപ്പുറം ബസ് സ്റ്റേഷൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. കോതമംഗലം മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കായംകുളം ഉണ്ട്. അതുപോലെ ആറ്റിങ്ങൽ, ഇത്രയും ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയാണ്. സാർ, ഈ ബഹളം കാണുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത്, ഇതിലെ ഒരംഗം KSRTCയുടെ INTUC യൂണിയൻ്റെ ഒരു പ്രസിഡന്റ് ഈ ബഹളത്തിനിടയിലുണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ സ്പീക്കറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുക, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, ഇതൊക്കെ ചെയ്ത ആള് ചെയ്ത പ്രവൃത്തി KSRTCയുടെ എല്ലാ ബസ് സ്റ്റേഷനും അതിൽ അദ്ദേഹം കൈ ചൂണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മൊത്തം എടുത്തു മാറ്റാൻ പറഞ്ഞു. കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല. കാരണം ഈ MLA-മാരിൽ, ഈ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള MLA-മാരിൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ MLA ഫണ്ടിൽ നിന്നും KSRTC കമ്പ്യൂട്ടർ നൽകി, ബസ് സ്റ്റേഷൻ നവീകരണത്തിന് പൈസ നൽകി. പക്ഷെ ഒരു പൈസ തരാത്ത ഒരേ ഒരു MLA കോവളത്തു നിന്നാണ് എന്ന് പറയേണ്ടതിൽ ദുഃഖമുണ്ട്. കോവള MLA KSRTC INTUCയുടെ പ്രസിഡന്റ്, നേതാവ്, അദ്ദേഹം ഒരു പൈസ കമ്പ്യൂട്ടർ വാങ്ങാൻ എല്ലാ ഭരണപ്രതിപക്ഷ വഞ്ചിലുള്ള എല്ലാ MLA-മാരും പണം നൽകി. ഞാൻ വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ നന്നാക്കിയത് അവിടെയുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് ലജ്ജിക്കണം അദ്ദേഹം. കാരണം ഞാൻ നേരിട്ട് KSRTC CMD-യെ വിട്ട് അവരോട് പറഞ്ഞ് അവരാണ് അത് വൃത്തിയാക്കി തന്നത്. ഈ ബാലഗോപാൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബസ് സ്റ്റേഷനുകളിൽ വിഴിഞ്ഞം ബസ് സ്റ്റേഷന് പണം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ബസ് സ്റ്റേഷൻ തുടങ്ങണമെന്നോ ആ ബസ് സ്റ്റേഷൻ ഒന്ന് ആരംഭിക്കണമെന്നോ പറയാൻ MLA എൻ്റെ അടുത്ത് വരണ്ട, ഞാനൊരു മന്ത്രിയായിട്ട് വരണ്ട, രാഷ്ട്രീയം കാണും. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ പോലും സമീപിച്ചിട്ടില്ല എന്ന ലജ്ജാകരമായ കാര്യം പറയണം. ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ബഹളത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹം യാതൊരു താല്പര്യവും KSRTCയോടും ഇല്ല, തൻ്റെ മണ്ഡലത്തിലെ KSRTC ഡിപ്പോഴും ഇല്ല. എന്നിട്ട് അദ്ദേഹം നേതാവാണെന്നാണ് പറയുന്നത് INTUCയുടെ. ഇതൊക്കെ ലജ്ജ ഉണ്ടാക്കും സാർ. എല്ലാ MLA-മാരുടെയും സഹകരണത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൽ MLA-മാർ രാവും പകലും, ഞാനിപ്പോൾ ഭരണപക്ഷത്തെ പറ്റി പറയില്ല, പ്രതിപക്ഷത്തുള്ള MLA, മലപ്പുറം MLA, അദ്ദേഹം രാവും പകലും അദ്ദേഹത്തിൻ്റെ ബസ് സ്റ്റേഷന് വേണ്ടി വരാറുണ്ട്. എപ്പോഴും എല്ലാ ഉദ്യോഗസ്ഥരും. നമ്മൾ ഭരണപക്ഷത്തെ പോറ്റി പറയല്ല, പ്രതിപക്ഷത്തും ഉണ്ട് അത്തരം താല്പര്യമുള്ളവർ എന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം MLA-മാരുടെ സജീവമായ സഹകരണം പല ബസ് സ്റ്റേഷനുകളെ നവീകരണത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയും. ശ്രീ AC മൊയ്തീൻ. സർ, പുതുതായി നിരത്തിലിറക്കിയ ബസ്സുകളിൽ എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളാണുള്ളത്?
എത്ര ബസ്സുകൾ ഇതുവരെ നിരത്തിൽ ഇറക്കിയിട്ടുള്ള പുതിയ ബസ്സുകൾ ഈ ഗവൺമെൻറ് കാലത്ത്? കൂടുതലായി എത്ര ബസ്സുകളിലാണ് ഈ വർഷം നിരത്തിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്? സാർ, അതോടൊപ്പം തൃശ്ശൂർ ബസ് സ്റ്റേഷനെ കുറിച്ച് അങ്ങ് സൂചിപ്പിക്കേണ്ടായി. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പെട്ടതാണ് ബസ് സ്റ്റോപ്പ്. എന്നത്തേക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയും? മിനിസ്റ്റർ, KSRTC ബസ്സുകളിൽ പുതിയ ബസ്സുകൾ ഗ്രാമപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ഓടുന്നതിന് വേണ്ടി മിനി ബസ്സുകൾ വാങ്ങിച്ചു. മലയോര പ്രദേശങ്ങളിൽ SC പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, ഗിരിവർഗ മേഖലകൾ, വനമേഖലകൾ എന്നിവിടങ്ങൾ ഓടുന്നതിന് വേണ്ടി മിനി ബസ് വാങ്ങി. അതുപോലെ KSRTC എപ്പോഴും നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ തെക്ക് നിന്ന് വടക്കോട്ട് ഓടുന്നതും വടക്കുന്ന് തെക്കോട്ട് ഓടുന്നതാണ് കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലിങ്ക് ബസ്സുകൾ വാങ്ങിയിരിക്കുകയാണ്. KSRTCയുടെ ചെറിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് ലിങ്ക് ബസ്സുകൾ. ഈ ലിങ്ക് ബസ്സുകൾ ഓടാൻ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടും മലയോര മേഖലകളെ തീരദേശവുമായി ബന്ധിപ്പിക്കുന്ന ബസ് സർവീസായി ലിങ്ക് ബസ്സിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ബസ്സുകൾ, പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത മിനി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു സക്സസ് ആണ്. 40 സീറ്റുള്ള പ്രീമിയം ബസ്സുകൾ, സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എയർ കണ്ടീഷൻ ബസ്സുകൾ തുടങ്ങി. അതുപോലെ സൂപ്പർ ഫാസ്റ്റ് വളരെ സീനിയർ മോസ്റ്റ് MLA പുതിയ ഫാസ്റ്റുകൾ, പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത വോൾവോയുടെ സീറ്റർ ബസ്സുകൾ, ഇനി എയർ കണ്ടീഷൻ ചെയ്ത വോൾവോയുടെ 2 ഫുൾ സ്ലീപ്പർ ബസ്സുകൾ വരാൻ പോകുന്നു. അന്തർ സംസ്ഥാനത്തേക്ക് ഓടുന്ന ബസ്സുകൾ ബഹുഭൂരിപക്ഷവും പിന്നെ എയർ കണ്ടീഷനാക്കി മാറ്റുകയാണ്. അതിൽ സ്ലീപ്പർ കം സീറ്ററുണ്ട്. അങ്ങനെ വിവിധ സൗകര്യങ്ങളുള്ള ബസ്സുകൾ രംഗത്ത് വന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം തൃശ്ശൂർ ബസ് സ്റ്റേഷനെ കുറിച്ചാണ്. അതിനെ നവകേരള ഫണ്ട് ഉപയോഗിച്ച് 7 കോടി രൂപ അതിൽ നിന്ന് അനുവദിക്കുകയും ബാക്കി തുകകൾ MLA അനുവദിക്കുകയും ശ്രീ ബാലചന്ദ്രൻ MLAയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് 11.5 കോടി രൂപയുടെ ബസ് സ്റ്റേഷൻ രൂപകൽപ്പന പൂർത്തിയായി വരുന്നു. അത് പഴയ ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം ആയി കഴിഞ്ഞു. ടെൻഡർ കഴിഞ്ഞു. അതിപ്പോൾ പൊളിച്ചു മാറ്റും. ഉടൻ തന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും. അതിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ മനോഹരമായ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റേഷനുകൾ വരുന്നത്, ബസ് സ്റ്റേഷനുകളുടെ സ്ഥിരം രൂപകൽപ്പന ആകെ മൊത്തം നമ്മൾ മാറ്റി. വളരെ ഒരു വിമാനത്താവളത്തിനേക്കാൾ മനോഹരമായ ബസ് സ്റ്റേഷനാണ് വരാൻ പോകുന്നത്. ശ്രീ TI മധുസൂദനൻ. സാർ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കി പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച ഈ സർക്കാരും വകുപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ്. ടിക്കറ്റ് വരുമാനം സർവകാല റെക്കോർഡുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും മിതനിരക്കിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ നടപ്പിലാക്കിയും ഡിപ്പോകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ദേശസാൽകൃത റൂട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പോയാണ് പയ്യന്നൂർ ഡിപ്പോ. എനിക്ക് ഉന്നയിക്കാനുള്ളൊരു വിഷയം, അവിടെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ വിതരണം കാര്യക്ഷമമാക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ ജീവനക്കാരുടെ ക്ഷേമത്തിനായി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? പുതിയ ബസ്സുകൾ ഈ വടക്കൻ കേരളത്തിലെ ഡിപ്പോകളിലേക്ക് കൂടി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? തീർച്ചയായും പുതിയ ബസ്സുകൾ എല്ലാ ബസ് സ്റ്റേഷനിലേക്കും അനുവദിച്ചു വരും. മുൻപത്തെ ചോദ്യത്തിൽ വിട്ടുപോയൊരു മറുപടിയാണ്. 126 ബസ്സുകൾ ഇതുവരെ രംഗത്ത് വന്നു. ഏതാണ്ട് 360-ലധികം ബസ്സുകൾ ഇനി വാങ്ങും. 130 കോടി രൂപയ്ക്കുള്ള ബസ്സുകൾ വാങ്ങാനാണ് സർക്കാർ പരിപാടി ഇട്ടിരിക്കുന്നത്. അതിൽ 126ഓളം ബസ്സുകൾ വന്നു. ഇനി ബാക്കിയുള്ള ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 6 മാസത്തേക്ക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും. എല്ലാം നിർമ്മാണ ഘട്ടത്തിലാണ്. അതിങ്ങനെ വളരെ വേഗത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ കുട്ടികളുടെ കൺസെഷനെ സംബന്ധിച്ച് പയ്യന്നൂരിൽ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ കൺസെഷൻ കൊടുക്കുന്നത് ഒരു ആപ്പിലൂടെയാണ്. അപേക്ഷ മുഴുവൻ ആപ്പിലൂടെയാണ് സ്വീകരിക്കുന്നത്. ആപ്പിൽ സ്വീകരിക്കുന്ന കൺസെഷൻ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. എഴുതാൻ ജീവനക്കാർ തന്നെ ഒരു 3 പേര് വേണം. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സ്മാർട്ട് കാർഡുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 8, 9, 10 ക്ലാസ്സുകളിലേക്ക് ഒറ്റ തവണയായിട്ട് കൊടുക്കുകയാണ്. എല്ലാ വർഷവും അത് കണ്ടക്ടറുടെ കൊടുത്ത് പുതുക്കുന്ന ജോലി മാത്രമേ കുട്ടിക്കുള്ളൂ. എപ്പോഴെപ്പോഴും അപേക്ഷ കൊടുക്കേണ്ട. ഒരു +2 പഠിക്കുന്ന കുട്ടിക്ക് 2 വർഷത്തേക്കായിരിക്കും. ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് 3 വർഷത്തേക്കായിരിക്കും. ഈ കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. സ്മാർട്ട് കാർഡാണ്. ഇത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്താൽ കണ്ടക്ടർ റീഡ് ചെയ്യും. മാത്രമല്ല സർക്കാർ ഇതിൻ്റെ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ചുള്ള 25 ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഈ കാർഡ് ഒരു ദിവസം 2 പ്രാവശ്യം വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ പഞ്ചിങ് കുറഞ്ഞു വരും. ഒരു മാസത്തിൽ 25 ദിവസമായി കുഞ്ഞുങ്ങളുടെ കൺസെഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്മാർട്ട് കാർഡായി മാറും.
അപ്പോൾ ജീവനക്കാരുടെ ജോലി കുറയും, കുട്ടികളുടെ ബുദ്ധിമുട്ട്, അവരുടെ ജോലി ഇത് കളക്ട് ചെയ്യാനുള്ള സമയം ബുദ്ധിമുട്ടെല്ലാം ഒഴിവാകും. സ്മാർട്ട് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായുള്ള സ്മാർട്ട് കൺസെഷൻ കാർഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അത് എല്ലാ ബസ് സ്റ്റേഷനിലേക്കും 75,000 കാർഡുകൾ ബസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ കൺസെഷൻ കൊടുക്കാൻ പാടില്ല, ഈ പഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്മാർട്ട് കാർഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള CMDയുടെ നിർദ്ദേശവും ലഭ്യമാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ മാത്രമല്ല, കാസർഗോഡ് അടക്കം, കാസർഗോഡ് അദ്ദേഹം MLA ഇവിടെ ഉണ്ട്, അദ്ദേഹം കാസർഗോഡ് അടക്കമുള്ള എല്ലാ ബസ് സ്റ്റേഷനുകളിൽ നിന്നും പരമാവധി ലാഭകരമായ നാഷണലൈസ് റൂട്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ആണ് KSRTCയുടെ പരിപാടി. പ്രൈവറ്റ് ബസ്സുകളുമായി മത്സരിച്ച് നഷ്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നാഷണലൈസ് റൂട്ടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ വണ്ടി ഓടിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കാനാണ് KSRTC ഉദ്ദേശിക്കുന്നത്. ശ്രീ KV സുമേഷ്. സർ, ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിക്കുകയും സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് സമരത്തിനും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നൊക്കെയാണ് പറയാം. പക്ഷേ ഹൈക്കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ വേദിയെ നിരന്തരമായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് സാർ രേഖപ്പെടുത്തുന്നു. സാർ, ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് KSRTC കഴിഞ്ഞ നല്ല മുന്നേറ്റമാണ് നമ്മുടെ ഈ കാലയളവ്. ബഹുമാനപ്പെട്ട KB ഗണേഷ് കുമാർ മിനിസ്റ്റർ നല്ലതുപോലെ ആ കാര്യം ശ്രദ്ധിക്കുകയും ഈ ഓണം ജീവനക്കാർക്കും KSRTCക്കും ഒക്കെ വലിയ മെച്ചമുണ്ടായി. നല്ല നിലയിൽ അവർക്ക് അഡ്വാൻസ് ചെയ്ത് ശമ്പളം കൊടുത്തു. അവർക്ക് ആദ്യമായി നല്ലതുപോലെ ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. KSRTCയും പൊതുവിൽ വളരെ വലിയ നിലയിൽ മെച്ചപ്പെടുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ മേഖലയിൽ എടുക്കുന്ന പ്രത്യേകമായ ഇനീഷ്യേറ്റീവിന് കേരളത്തിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയാണ് ലഭ്യമാകുന്നത്. സാറിൻ്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജീവനക്കാർക്കും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പോലെ KSRTCയിൽ മാത്രം യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ പൊതുമേഖലാ ഗതാഗത സംവിധാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്. ആ യാത്രക്കാർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളും കാര്യങ്ങളും നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതൊപ്പം തന്നെ KSRTC വിജയത്തിലേക്ക് നീങ്ങുന്നു. KSRTC ജീവനക്കാരുടെ സഹകരണം കൊണ്ടും KSRTCയുടെ യാത്രക്കാരുടെ വലിയൊരു സഹകരണം, വളരെ സ്നേഹത്തോടെയുള്ള സമീപനം കൊണ്ടും നമ്മൾ മുന്നേറുകയാണ്. അപ്പോൾ ജീവനക്കാർക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഞങ്ങൾ ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ, ജീവനക്കാരി ആക്സിഡൻറ്റിൽ മരിച്ചാൽ 1 കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസാണ് KSRTC ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു സഹോദരൻ, ഒരു തൊഴിലാളി മരിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം 1 കോടി രൂപ, ആദ്യത്തെ 1 കോടി രൂപ കൈമാറാൻ പോവുകയാണ്. ആ കുടുംബത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം, പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ മരണശേഷം 10 ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വെച്ച് 2 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടും. അവർ പഠിക്കാനായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും. ഈ ഒരു പദ്ധതി കേരളത്തിലെ ഈ KSRTCയിൽ മാത്രമാണുള്ളത്. ഇത്രയും വലിയൊരു തുകയും ഇത്ര വലിയ ആനുകൂല്യങ്ങളും ഉള്ളത്. അവർക്ക് 2,500 രൂപ അവരെ കയ്യിൽ നിന്ന് അടച്ചാൽ ഒരു വർഷം അവർക്ക് 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും. 2,500 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം. നമ്മളവരെ ശമ്പളത്തിലൊന്നും പിടിക്കുന്നില്ല. അടയ്ക്കാൻ അവർ തയ്യാറായാൽ 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീ ആണ്. KSRTC ജീവനക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ശമ്പളം, ആനുകൂല്യം എല്ലാം നൽകി KSRTC എല്ലാ ഡിപ്പോയിലും ഓണം ആഘോഷിച്ചു ജീവനക്കാർ. ആ സന്തോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നു. അതിൻ്റെ വലിയ വിജയമുണ്ടായി. പക്ഷേ യാത്രക്കാർക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ KSRTC വരുമാനം വർദ്ധിക്കുമ്പോൾ, KSRTC ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം. 2012 ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്. ക്യാൻസർ രോഗികളായ ക്യാൻസർ സെൻ്ററുകളിലേക്ക് എന്നാണ് പറയുന്നത്. അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെൻ്റർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം. പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല, ക്യാബിനറ്റിന് അധികാരമില്ല. എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാം. ഇതൊരു സ്നേഹത്തോടെ കേൾക്കണം. ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം. 2012 പുറപ്പെടുവിച്ച ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്നവർക്ക് 50% ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ്. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെൻ്ററിലും തിരുവനന്തപുരത്ത് RCCയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം
KSRTC നൽകുന്നതായിരിക്കും. സമ്പൂർണ്ണ സൗജന്യം. ആ വ്യക്തിക്കുള്ള CCRC കൂടി ഉണ്ട്. CCRC കൊച്ചിൻ ക്യാൻസർ സെന്റർ. ഏതിപ്പോ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്ത് നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി RCC സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ഇത് ശ്രീ ആൻസ്ലൻ. സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വ്യവസായം തകർച്ചയിൽ നിന്നും മാറ്റിയെടുക്കുന്ന അങ്ങയുടെ പരിശ്രമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സാർ. വളരെ പ്രധാനപ്പെട്ട 40,000-ഓളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിലെ സ്ഥാപനം സംരക്ഷിക്കണം. ദശലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്ര ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കനകോല് സിദ്ധാന്തവുമായി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതി ഈ വിദ്യാസമ്പന്നമായ കേരളത്തിനകത്തെ രാഷ്ട്രീയത്തെ മലിനവസ്ഥാക്കാൻ വേണ്ടി ഇവിടെ ആവശ്യമില്ലാത്ത സമരം നടത്തുന്ന പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട മന്ത്രിയുടെ ഒരു ചോദ്യം. നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സമ്പൂർണ്ണമായി ദേശാടൃതമായ റൂട്ടാണ്. കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യം അപേക്ഷ തന്നിട്ടുണ്ട്. അങ്ങയുടെ ഇടപെടലുണ്ടായി കുറേ കൂടി യാത്രാസൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇത് ശ്രീ എൽദോയ്ക്കും ചാണ്ടിയുമ്മനും ഒക്കെ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ഷെയിമായിട്ട് തോന്നിയതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഈ പറഞ്ഞ ക്യാൻസർ രോഗികൾക്കുള്ള പ്രഖ്യാപനം 2012 ഇപ്പം നാളെ പറയാൻ പോകുന്ന ഉമ്മൻചാണ്ടി കൊടുത്താന്ന് പറയും. അങ്ങനല്ല, 2012 ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് ഓർഡിനറി ബസ്സുകൾ, സിറ്റി ബസ്സുകൾ, എവിടെ തിരുവനന്തപുരം സിറ്റി ബസ് ഓടുന്ന എവിടെ സിറ്റിക്കകത്ത ഓർഡിനറി ബസ് പരമാവധി നെടുമങ്ങാടുന്നോ ആറ്റിങ്ങെന്നോ തിരുവനന്തപുരം വരെ വരും. RCCയിൽ മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രഖ്യാപനം അതല്ല. കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ഇഷ്യൂ ചെയ്യും. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും എന്നാണ് ഈ ഉത്തരവുണ്ട്. ഈ ഉത്തരവും വെച്ചുകൊണ്ട് നാളെ ഇറങ്ങണ്ട. അത് 50% ഉള്ളൂ. ഏതാ സിറ്റി ബസ്സിൽ നെടുമങ്ങാട് നിന്ന് കയറി തിരുവനന്തപുരത്ത് RCCയിൽ ഇറങ്ങുന്ന ഒരാളിന് കൊടുക്കേണ്ടി വരുന്ന പൈസ 20 രൂപ താഴെ. അതിൻ്റെ താഴെ 10 രൂപയുടെ കൺസെഷനാണ്. ഇതല്ല. കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണ്ണമായി ഫ്രീ ആക്കിയതാണ്. അത് കേൾക്കുമ്പോൾ ഷെയിം എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. അദ്ദേഹം നെയ്യാറ്റിൻകരയെ കുറിച്ച് പറഞ്ഞു. നെയ്യാറ്റിൻകര ബസ് സ്റ്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ഷെയിമാണെന്ന് വെളിയിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 2-3 ദിവസമായിട്ട് കാണിക്കുന്ന ഈ കോമാളിത്തരം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ് ശരിയാണ്. നെയ്യാറ്റിൻകര പ്രദേശം, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ഇതെല്ലാം നാഷണലൈസ് സെക്ടറാണ്. പുതിയ വണ്ടികൾ, മിനി ബസ്സുകളടക്കം പുതിയ വണ്ടികൾ വരികയാണ്. ആ വരുന്ന വണ്ടികൾ ആവശ്യാനുസരണം നെയ്യാറ്റിൻകരയ്ക്ക് നൽകും. നാഷണലൈസ് സെക്ടറുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കും ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ഉള്ള എല്ലാ പെർമിറ്റുകളും, അത് നാഷണൽ ഹൈവേയിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയുള്ള എല്ലാ പെർമിറ്റുകളും ഞങ്ങൾ ഉപകരിക്കും. ഈ ലിങ്ക് ബസ്സുകൾ ആരംഭിക്കുന്നു. ശ്രീ സുബാലന്റെ മണ്ഡലത്തിൽ പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് ലിങ്ക് ബസ് 2-3 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. വണ്ടി എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ ലിങ്ക് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പുനലൂർ കിഴക്ക് ഭാഗമാണ്. പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്കും വർക്കലയിലേക്കും ലിങ്ക് ബസ് 2 ദിവസം ആരംഭിക്കും. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, പ്രതിദിന വരുമാനം റെക്കോർഡിൽ നിന്ന് റെക്കോർഡിലേക്ക് ഉയർത്തുകയും റെക്കോർഡുകൾ സ്വയം തികർത്തുകയും ചെയ്യുന്ന KSRTCയെ അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രിയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ അഭിവാദ്യവും ചെയ്യുകയാണ്. സർ, എൻ്റെ ചോദ്യം, കൊല്ലം ബൈപ്പാസ് അടക്കം നിരവധി ബസ്സുകൾ നിത്യേന റൂട്ട് നടത്തുന്ന ഇങ്ങനെയുള്ള റൂട്ടുകളിൽ സ്റ്റുഡൻസ് കൺസെഷൻ ലഭിക്കുന്നില്ല. അതുപോലെ ചവറ മണ്ഡലത്തിലെ ഗുഹാനന്തപുരം സ്കൂളിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന ബസ്, അത് മെയിൻ റോഡിൽ നിന്ന് കേവലം 300 മീറ്റർ 400 മീറ്റർ 1/2 കിലോമീറ്റർ താഴെ മാത്രമാണ് പോകുന്നത്. പക്ഷേ കുട്ടികളോട് കൺസെഷൻ അവസാനിച്ചിരിക്കുന്നു, ടിക്കറ്റുകൾ എടുക്കണം എന്ന്, അല്ലെങ്കിൽ അവിടെ ഇറങ്ങണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അങ്ങ് സ്വീകരിക്കുമോ? അത് പരിശോധിക്കാം. ഇപ്പോൾ ഉറപ്പ് പറയാനൊക്കെ ഈ പർട്ടിക്കുലർ റൂട്ടിനെ കുറിച്ച് പരിശോധിച്ചതിന് ശേഷം ഒരു മറുപടി ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടികളുടെ കൺസെഷൻ സംബന്ധിച്ച് ഒരു നിലവിലൊരു സംവിധാനം ഉണ്ട്. അതിൽ പറയുന്ന ഒരു ബസ് മാത്രം ഉള്ളിടത്ത് കൊടുക്കത്തില്ല. ഒരു ബസ് ആരംഭിച്ച് 2 വർഷം കഴിയാതെ കൺസെഷൻ ഇല്ല. ഓർഡിനറി ബസ്സിൽ മാത്രമേ കൺസെഷൻ ഉള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ മാനദണ്ഡമാണ് അത്. പരിശോധിച്ചിട്ട് ഞാനതിന് മറുപടി പറയാം. ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട കൺസെഷൻ ഇന്ന് KSRTC രാവിലെ കൂടുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വെച്ച് ഈ തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കും. അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്ന കൂടി പറയണം. നാളത്തേക്ക് വെക്കുന്നില്ല, ഇന്ന് തന്നെ. ശ്രീ KU ജനീഷ് കുമാർ. സാർ, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു സംഘം വായ് നോക്കികൾ, ഞാനങ്ങനെ പറയുന്നില്ല സാർ. കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ
എന്താ സാർ ഈ കാട്ടിക്കൂട്ടുന്നത്? ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പറ, നിങ്ങളുടെ ആവശ്യം. അവരുടെ ആവശ്യം പറയുന്നില്ല സാർ. ആവശ്യം പറയാതെ തന്നെ ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ, ആ വനിതകൾ, അവരെന്ത് തെറ്റ് ചെയ്തു സാർ? ഈ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലുമില്ലേ സഹോദരിമാർ, അമ്മമാരില്ലേ? ആ കുട്ടികൾ അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയല്ലേ സാർ? എന്താ സാർ ഈ വിൻസെന്റ് MLA ഒക്കെ ചെയ്യുന്ന സാർ? ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല സാർ. എന്റെ ചോദ്യം സാർ, കേരളത്തിലെ ഗതാഗത വകുപ്പിനെ ചരിത്രപരമായ മുന്നേറ്റത്തിലെത്തിച്ച കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സാർ. കേരളത്തിലെ പൊതുസമൂഹമാകെ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ ആശംസിക്കുകയാണ് സാർ, അഭിവാദ്യം ചെയ്യുകയാണ് സാർ. സാർ, എന്റെ ചോദ്യം, കോന്നി KSRTC ബസ് സ്റ്റാൻഡ് അങ്ങയുടെ കൂടി സാന്നിധ്യത്തിലാണ് പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ എന്റെ ചോദ്യം. സാർ, അദ്ദേഹം ഇവിടെ പലരും ആവശ്യം പറയാതെ സമരം ചെയ്യുന്നെങ്കിലും അദ്ദേഹം ആവശ്യം പറയുകയാണ് ചെയ്തത്. ആ ബസ് സ്റ്റേഷനിൽ പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അത് പൂർത്തിയാവേണ്ടേ 1-2 ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയാണ് സാർ.